ഞാൻ പറഞ്ഞ വളരെ ദുർഘടം പിടിച്ച പലകമായ പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഓക്കെ, ഇത് നമ്മളുടെ പണ്ട് പണിയുമാണ്. വർഷങ്ങളായി തോന്നുന്നു പണിയാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും ആയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് ഡെയിലി വ്ളോഗ് ഡേ 2 ആണേ. അപ്പം ഞാനങ്ങോട്ട് പോകുന്ന വഴിയാണേ. അപ്പം നമ്മുടെ അൻസു വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം അവളെ വിളിച്ച് അവൾ ഫോൺ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവളങ്ങനെ പോയി കാണും. ഞാനപ്പോൾ ഇങ്ങോട്ട് നടന്നു. അപ്പോൾ ഇതും അവൾ വിളിച്ചേക്കുന്നു, അവൾ സ്റ്റാൻഡിലെത്തിയത്. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. ഇവിടെ ഇങ്ങനെ നിൽക്കുക. കണ്ട ആ വഴിയെ കൂടെ വേണം അവൾ വരാനെ കൊണ്ട്. അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ ദുർഘട പാത. നോക്കൂ നോക്കൂ നോക്കൂ, കണ്ട ഇവിടെ എല്ലാം എടുത്തിട്ടേക്കോ മണ്ണ്. എന്തെങ്കിലുമൊക്കെ ശരിയാകുമായിരിക്കും, വർഷങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ. അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിലെ ഡേ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടോ? ഓക്കെ വ്യൂസാണ്, കുഴപ്പമില്ല. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെന്താ വിശേഷങ്ങളൊക്കെ? ഇന്ന് രാവിലെ വലിയ മഴയൊന്നുമില്ല. ഇന്നലത്തെ പോലെ അത്രയ്ക്ക് മോശ കാലാവസ്ഥയല്ല ഇന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ 2 പേര് വരുന്നതിനകത്ത് മുമ്പിൽ വരുന്നതാണ് നമ്മുടെ അൻസു. കണ്ടോ 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 കണ്ടോ, സ്പീഡിൽ നടന്നു വരുന്നേ. അവള് ഭയങ്കര പാവമാണ് കേട്ടോ. ഷീസ് വെരി കൈൻഡ്. അപ്പം നമ്മൾ 2 പേരും കൂടെയാണ് കേട്ടോ പോകുന്നത് അങ്ങോട്ട്. എന്തൊക്കെയാണ് അൻസു വിശേഷങ്ങൾ? പറയൂ. സുഖം. ബസ്സിൽ സീറ്റ് കിട്ടിയില്ല. അയ്യോ കഷ്ടം. ഇന്ന് എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. ഇന്ന് കയറിയപ്പോഴേ എനിക്ക് സീറ്റ് കിട്ടി. ഇന്ന് പിള്ളേരൊക്കെ കുറവായിരുന്നു നിങ്ങളുടെ ബസ്സിലോ? പിള്ളേരധികമില്ല, പക്ഷേ എല്ലാം ജോലിക്കാരും ബാങ്ക് ജോലിക്കാരും ഒക്കെ. പക്ഷേ എന്നും സീറ്റില്ല, പക്ഷേ ഇന്നും സീറ്റ്. ഇവള് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവള് ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ കേട്ട് അറിയാൻ പറ്റും, മനസ്സിലാവും കേട്ടോ. പിന്നെന്താ പറയൂ എന്തെങ്കിലും. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മളുടെ എന്തോ ഇത് ശ്രീവത്സം ഗ്രാൻഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നേ. ഇത് നേരത്തെ ഇവിടെ ഒരു തുണിക്കടയായിരുന്നു കേട്ടോ. അതിപ്പോൾ ബാറാക്കാനെ കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലേ? പൊട്ടത്തരം പറയല്ലേ എൻ്റെ മുന്നേ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഒരു നിഗമനമാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്കൊരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാൻ കാണിക്കാം നിങ്ങളെ. ഇവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും പോയി എടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ലൊരു ബേക്കറി ആയിരുന്നു കേട്ടോ നേരത്തെ. ഇപ്പം അതെ റെസ്റ്റോറൻ്റ് ആയിരുന്നേ. പക്ഷേ അതിപ്പോഴങ്ങ് ഇല്ല. ഇതുവഴി ഇപ്പം ആ വണ്ടിയും പേരൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ നമ്മുടെ സ്മാരക ഫോട്ടോയുടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് അങ്ങോട്ട്. അയ്യോ, ഫോട്ടോ ഒക്കെ ഞാൻ മേളിൽ കൊടുക്കാം കേട്ടോ. അയ്യോ പട്ടി എന്നൊക്കെ സൗണ്ട് എടുക്കുന്നു.
അയ്യോ എനിക്ക് ഭയങ്കര പേടിയായി പട്ടിയെ. എങ്ങനെ വന്ന് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? ഗവൺമെന്റ് ആശുപത്രി ഫ്രീ അല്ലേ? ഇയാളെന്തോ പ്രൈവറ്റിലേ പോകത്തുള്ളൂ. അയ്യോ ഇവളുടെ ഒരു പട്ടിയാണ് കേട്ടോ. അവൾ വിളിക്കുന്ന ബാവുകുട്ടൻ എന്നാണ്. അവൾക്ക് ഭയങ്കര നല്ല പട്ടിയാണ് കേട്ടോ, കാണാൻ നല്ല പട്ടിയാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട് ഇറങ്ങി അങ്ങ് പോയി. ഇനിയിപ്പോ വന്നെന്ന് പറയൂ, അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് നടന്നു പോയപ്പോൾ അല്ല ഞങ്ങൾ ഇന്നലെ ഓട്ടോയ്ക്ക് പോയപ്പോൾ അത് അവിടെ ഒരു വീടിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. കൂടെ ഒരു പെമ്പട്ടിയാന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്ന വിളിച്ചിട്ടൊന്നും വന്നില്ല. കണ്ടോ കണ്ടോ, പെമ്പട്ടിയുടെ കൂടെ കറക്കവാ. നല്ല പട്ടിയാ കേട്ടോ. അപ്പൊ അതാണ് അവളുടെ വിശേഷം. അവിടെ ബാവുക്കുട്ടൻ. കുട്ടൂസ് ഒഫീഷ്യൽ നെയിം കുട്ടൂസ് എന്നാണ്. ഒഫീഷ്യൽ നെയിം കുട്ടൂസ്, കുട്ടൂസൻ. പിന്നെ എളുപ്പത്തിന് ബാവുക്കുട്ടൻ. അയ്യോ നമ്മളങ്ങനെ നമ്മുടെ സലൂൺ എത്താറായി. നമ്മളെ ഇന്നലെ ചായക്കടയിലെ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ, നമ്മളെ ചതിച്ച്. അയ്യോ നമ്മുടെ ഷോപ്പ് ആരാണ്ട് തുറന്നു. ആരാണ്ടല്ല കേട്ടോ, സ്റ്റാഫ് അല്ലമായിരിക്കും, ബോയ്സ് ആരെങ്കിലും വന്ന് കാണായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ചായ കുടിക്കാൻ പോണം. ആ വഴി ഇങ്ങോട്ട് പോണം. പരിപ്പോടെയും അടുത്ത് മെയിനായിട്ട് നിൽക്കുന്ന പരിപ്പോടെയും പഴംപൊടിയും സൂപ്പറാണ്. ആ അതെ അതെ അതെ, ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. റിനു പുതിയ സ്റ്റാഫാ. റിനു പഴയ തിരിച്ചു വന്ന് വീണ്ടും മനസ്സിലായില്ലേ? റിനു ഇവിടെ ജോലിക്ക്. അനിലിന്റെ ഒരു കസ്റ്റമർ ഇന്നലെ പോയി, ഞങ്ങൾ പോയി. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എപ്പോഴും ചോദിക്കും നീ എന്താ വരുന്നത്, നീ എന്താ വരുന്നത്. എവിടെ പോവാ? ഇത് പൂട്ടിയിട്ടേക്കുവാ. ആരാ എടി ഇത് പൂട്ടിയേക്കുന്നേ? ഇത് തുറ. അപ്പോൾ ഞങ്ങൾ ഷട്ടർ തുറക്കാൻ പോവുകയാണ്. ആള് വന്ന് തുറന്നു. ഷട്ടർ തുറക്കുകയാണ്. ഭയങ്കര വെയിൽ, പെട്ടെന്നാണ്. തുറന്നടി അവിടെ. ആമാരകത്തും തുറന്നു. നമുക്ക് വലത് കാല് വെച്ച് കയറാം ഗൈസ്. എന്ത് പറ്റി? വെള്ളമില്ലേ? ആ വീഡിയോയാ. എന്തൊരിപ്പായിരുന്നു. അൻസിന്റെ മേക്കപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഗൈസ്. കൊണ്ട് പൊട്ടി അതില് നിനക്ക് വേണ്ടാലോ. ഇല്ല വേണ്ടാലോ. ഇപ്പൊ കുറച്ച് പൊട്ടിച്ച് നമ്മളിക്ക് പിടിച്ചു. ഇത് പൊട്ടിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് കമന്റ് ചെയ്യണം. ഓ ആ സാധനം ഞാനോർത്ത എന്നോടായിരിക്കും. 2 മണിയായി ഗൈസ്, ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് 6 മണിക്ക് വീഡിയോ വരും കേട്ടോ. ഓ ഏതോ
എന്റെയോ വേറെ മഞ്ഞ സ്റ്റൂളാണ് വെച്ചിട്ടുണ്ട് റൗണ്ട് സ്റ്റൂൾ അവിടെ നിനക്ക് എന്താ കൂട്ടാൻ? അതാരാ? ഇഷ്ടമല്ല? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാമസാലയോ? നല്ലടി കടലക്കറി. എനിക്ക് വെക്കി തമാശ പേടില്ല. സാമ്പാർ ചേച്ചി സമാച്ച ജോലി ഇതിനകത്ത് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എടുക്കും ഇതൊക്കെ അവക്കൂടെ കൂടെ മഞ്ഞ ബാത്റൂം സാധ്യമില്ല അങ്ങനെ ഞാൻ അപ്പുറത്തോട്ട് കാണിച്ചു ഞാൻ വെണ്ടയ്ക്ക നിനക്കും വെണ്ടയ്ക്കാണ് നിനക്കും പോകണ്ടോ ഞാൻ ഇഞ്ചിക്കറി കൃഷിയാണ് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആണ്. ഇതെല്ലാത്തും ഫ്രൈ അങ്ങോട്ട് കിട്ടും കടല കൊള്ളാടി. ഇത് ചേച്ചിയുടെ കളറൊക്കെ അല്ല